ഹായ് എവ്രി വൺ. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ് പാക്കേജിംഗ് ഓഫ് DNA ഹെലിക്സ്. ഞാനിപ്പോൾ വരച്ചേക്കുന്നത് ഒരു ന്യൂക്ലിയസ് ആണെന്ന് കൺസിഡർ ചെയ്യുക. സോ ന്യൂക്ലിയസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10⁻⁻⁶ മീറ്റർ ആണ്, അല്ലെങ്കിൽ മൈക്രോമീറ്റർ ആണ്. എന്നാൽ DNA സൈസ് 2.2 മീറ്റർ ആണ്. സോ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഡൗട്ട് വരും, ഈ 2.2 മീറ്റർ ഉള്ള DNA നമ്മൾ എങ്ങനെയാണ് ന്യൂക്ലിയസിൻ്റെ അകത്ത് പാക്ക് ചെയ്യുക? അപ്പം നമ്മൾ പാക്കിംഗ് നടത്തണം അല്ലേ? DNA പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. സോ ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ടോപ്പിക്, പാക്കേജിംഗ് ഓഫ് DNA. ഇനി അടുത്തതായി നമ്മളൊരു DNA കൺസിഡർ ചെയ്യുവാണ്. സോ നമുക്കറിയാം DNA എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, അല്ലെങ്കിൽ ഒരു അസിഡിക് നേച്ചർ ആണുള്ളത്. ഇനി ഈ അസിഡിക് നേച്ചർ ആയിട്ടുള്ള DNA നമ്മൾ എങ്ങനെ പാക്ക് ചെയ്യും? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ അങ്ങനെ പാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം എന്നറിയോ? ബേസിക് പ്രോട്ടീൻസ് വേണം. DNA പാക്ക് ചെയ്യണമെങ്കിൽ, അതായത് അസിഡിക് നേച്ചറുള്ള DNA പാക്ക് ചെയ്യണമെങ്കിൽ വി നീഡ് ബേസിക് പ്രോട്ടീൻസ്. അപ്പോൾ ബേസിക് പ്രോട്ടീൻസ് ബേസിക്കലി രണ്ടെണ്ണം ഉണ്ട്. ഹിസ്റ്റൺ ഒക്ടമർ ഉണ്ട്, അതുപോലെ തന്നെ നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ് ഉണ്ട്. ഹിസ്റ്റോൺ പ്രോട്ടീനും നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീന് എങ്ങനെയാണ് DNA ഇത്രയും കണ്ടൻസ് ആക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ചുരുക്കുക, പാക്ക് ചെയ്യുക? അപ്പോൾ ഹിസ്റ്റോൺ പ്രോട്ടീൻ ശരിക്കും DNA കണ്ടൻസ് ചെയ്യുക അല്ലെങ്കിൽ പാക്ക് ചെയ്യുന്നത് ഇനിഷ്യൽ ലെവലിലാണ്, അതായത് ആദ്യം ചെറുതായിട്ടൊന്ന് പാക്ക് ചെയ്യും. എന്നാൽ നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഒരുപാട് കണ്ടൻസ്ഡ് ആക്കണം, DNA ഒരുപാട് കണ്ടൻസ്ഡ് ആക്കി ക്രോമസോം ആക്കണമെങ്കിൽ എന്ത് വേണം? നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീനാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാം, അതായത് ഈ ലോങ് ത്രെഡ് എന്ന് പറയുന്നതാണ് DNA. ആ DNA ഇനിഷ്യൽ സെഗ്മെൻറ്റിൽ പാക്ക് ചെയ്യുന്നത് നമ്മുടെ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആയിരിക്കും. പിന്നെ ഒന്നും കൂടെ ഒന്ന് പാക്ക് ചെയ്യുന്നത് ആരായിരിക്കും? നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻ ആയിരിക്കും. അങ്ങനെ നമുക്കൊരു ബീറ്റ് ലൈക്ക് സ്ട്രക്ചർ കിട്ടും, അല്ലെങ്കിൽ മുത്ത് കോർത്ത ഒരു സ്ട്രക്ചറാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് ശരിക്കും പാക്കേജിംഗ് ഓഫ് DNA എന്ന് പറയുന്നത്. സോ ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഇനിഷ്യൽ സെഗ്മെൻറ്റിൽ DNA കണ്ടൻസ് ആക്കാൻ സഹായിക്കുന്നു. ഇനി ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതൊരു ബേസിക് പ്രോട്ടീനാണ്. ആ ബേസിക് പ്രോട്ടീൻ 4 ടൈപ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് H2A, H2B, H3 ആൻഡ് H4. അപ്പം ഇവരെല്ലാം ഓരോന്നും 4 ടൈപ്സും എന്താണ്? 2 വീതമുണ്ട്. സോ ടോട്ടൽ എത്രയുണ്ട്? 8. അതുകൊണ്ടാണ് നമ്മൾ ഹിസ്റ്റോൺ ഒക്ടമർ എന്ന് വിളിക്കുന്നത്. 8 എണ്ണം ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഹിസ്റ്റോൺ ഒക്ടമർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കൺസിഡർ, ഇതൊരു DNA ആണെന്ന് കൺസിഡർ ചെയ്യുക. DNA നെഗറ്റീവ് ചാർജ് ആണല്ലേ. അപ്പം ഈ പറയുന്ന ഹിസ്റ്റോൺ ഒക്ടമർ പോസിറ്റീവ് ചാർജാണ്, അല്ലെങ്കിൽ ബേസിക് നേച്ചറാണ്. ഈ ബേസിക് നേച്ചർ കൊടുത്തത് 2 ബേസിക് അമിനോ ആസിഡ്സ് ആണ്, അർജിനിനും ലൈസിനും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണത് ബേസിക് നേച്ചറായിട്ട് ഹിസ്റ്റോൺ ഒക്ടമർ മാറിയത്. എന്നാലേ നമുക്ക് DNA പാക്ക് ചെയ്യാൻ സാധിക്കും. ഇനി DNA എന്ന് പറയുന്നത് ഒരു ലോങ് ത്രെഡാണ്. ഈ ലോങ് ത്രെഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടൻസ് ചെയ്യുക? അപ്പോൾ ഈ ലോങ് ത്രെഡ് ഫസ്റ്റ് നമ്മുടെ ഈ ഹിസ്റ്റോൺ ഒക്ടമറിൽ ഒരു കറക്കം കറങ്ങും, പിന്നെ ഒരു കറക്കം കറങ്ങും. അങ്ങനെ അത് കറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യും? അടുത്ത ഹിസ്റ്റോൺ ഒക്ടോമറിൽ വീണ്ടും ഒരു കറക്കം കറങ്ങും, പിന്നെ ഒരു കറക്കം കറങ്ങും. അങ്ങനെ പോകും. മനസ്സിലായി? അങ്ങനെയാണ് ഇത് കണ്ടൻസ് ചെയ്യുന്നത്. നമ്മൾ ബീഡ് ഇൻ എ സ്ട്രിങ്, ആ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ? അതേപോലെയാണ് എന്ത് ചെയ്യുന്നത്? DNA പാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കിട്ടിയ സ്ട്രക്ചർ ഉണ്ടല്ലോ, അതായത് ഒരു ബീഡ് ഇൻ എ സ്ട്രിങ് എന്ന് പറയുന്ന സ്ട്രക്ചറില്ലേ, ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ന്യൂക്ലിയോസോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് നോൺ ആസ് ന്യൂക്ലിയോസോം. അതായത് ലോങ് ത്രെഡ് DNA കണ്ടൻസ് ചെയ്യുക, പാക്ക് ചെയ്യുക അറൗണ്ട് ഹിസ്റ്റോൺ ഒക്ടമർ. അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് ബീഡ് സ്ട്രിങ് അല്ലേ, ബീഡ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ന്യൂക്ലിയോസോം. ഇപ്പോൾ വരച്ചിരിക്കുന്ന സ്ട്രക്ചറാണ് ബീഡ് ഇൻ എ സ്ട്രിങ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇത് ഒരു DNA ആണ്. ആ DNA എന്താ ചെയ്യുന്നത്? ഹിസ്റ്റോൺ ഒക്ടോമറിൽ ചുറ്റിയിട്ട്
അവിടെ ഒരു H1 അല്ലേ, H1 പ്രോട്ടീൻ കാണാം. ആ H1 പ്രോട്ടീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചുറ്റുന്നത് നിർത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് H1 പ്രോട്ടീൻ്റെ റോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു നിവർന്നിരിക്കുന്ന ഒരു DNA കാണാം. ആ നിവർന്നിരിക്കുന്ന DNA ആണ് ലിങ്കർ DNA. അതേപോലെ അടുത്ത ആ ലിങ്കർ DNA വീണ്ടും ചുറ്റി ആരിലാണ് ചുറ്റുന്നത്? ഹിസ്റ്റൺ ഒക്ടോമറിൽ വീണ്ടും ചുറ്റി വീണ്ടും H1 പ്രോട്ടീൻ വരികയാണ് അതിനെ സീൽ ചെയ്യാൻ. വീണ്ടും ലിങ്കർ DNA വരുന്നു, അതുപോലെ തന്നെ ഹിസ്റ്റൺ ഒക്ടോമറിൽ വീണ്ടും ചുറ്റുന്നു, വീണ്ടും H1 പ്രോട്ടീൻ വന്ന് സീൽ ചെയ്യുന്നു. ഇങ്ങനെയാണ് ബീഡ് ഇൻ എ സ്ട്രിങ് സ്ട്രക്ചർ വരുന്നത്. സോ ഈ DNA പ്ലസ് ഹിസ്റ്റോൺ എന്ന് പറയുന്ന സ്ട്രക്ചറാണ് നമ്മൾ ന്യൂക്ലിയോസോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഈ ഒരു പാർട്ടാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. ഈ കാണുന്ന ന്യൂക്ലിയോസോമിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10 നാനോമീറ്ററാണ്. ഇനി അത് ഒരുപാട് ഒരു ബീഡ് ഇൻ എ സ്ട്രിങ് ലൈക്ക് സ്ട്രക്ചറായിട്ട് ഫോം ചെയ്തിട്ട് അവസാനം ഈ ലിങ്കർ DNAയും അതുപോലെ തന്നെ ന്യൂക്ലിയോസോമും അടുത്തടുത്ത് വരാൻ തുടങ്ങും. ദാറ്റ് മീൻസ് കോയിൽ ചെയ്യാൻ തുടങ്ങും. ഹൈലി കോയിലായി ആകുമ്പോൾ അതൊരു 30 നാനോമീറ്റർ ആവും അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടെ കോയിലാവാൻ നോക്കും, അപ്പോൾ അതൊരു 400 നാനോമീറ്റർ ആയിട്ട് മാറും അതിൻ്റെ വിഡ്ത്ത്. അങ്ങനെ കോയിൽ ചെയ്ത് അവസാനം ഒരു സ്ട്രക്ചറിലെത്തും. ആ സ്ട്രക്ചറാണെന്ത്? ക്രോമസോം. ഓക്കെ, ക്രോമസോം. ഇനി നോക്കൂ, ക്രോമസോമിലെ ക്രൊമാറ്റിഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 700 നാനോമീറ്റർ ആണ്. ഓക്കെ, രണ്ടെണ്ണം ഓരോന്നും 700 നാനോമീറ്റർ ആണ്. ടോട്ടൽ എത്ര വരും? 1400 നാനോമീറ്റർ ആണ് വരുന്നത്. നേരത്തെ വരച്ച ഡയഗ്രാം തന്നെയാണിത്. സോ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത് എന്താണ്? ക്രോമസോമാണ് അല്ലേ. ക്രോമസോം എങ്ങനെയാണ് ഉണ്ടായത്? ആദ്യം ഒരു 2 നാനോമീറ്റർ വിഡ്ത്തുള്ള DNA ആണ്, മനസ്സിലായോ? അത് എന്തായിട്ട് മാറി? ഒരു ന്യൂക്ലിയോസോം ആകുന്ന സമയത്ത് അതൊരു 10 നാനോമീറ്ററായി. പിന്നെ അത് കോയിൽ ചെയ്ത് അവസാനം എത്രയാകുന്നു? ഒരു 400 നാനോമീറ്റർ ആകുന്നു. ഹൈലി കോയിൽഡായി. അങ്ങനെയാണ് നമുക്ക് ക്രോമസോം എത്രയായിട്ട് മാറുന്നത്? ക്രോമസോമിൻ്റെ ക്രൊമാറ്റിഡ് എത്രയായിട്ട് മാറും? 700 നാനോമീറ്റർ ഈച്ച്. അങ്ങനെ ടോട്ടൽ 1400 നാനോമീറ്റർ ആകും അല്ലേ. അപ്പോൾ നോക്കുക, ഈ 10 നാനോമീറ്റർ ടു 400 നാനോമീറ്റർ ആ ഇത്രയും ഉള്ള ഒരു ഇതുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രൊമാറ്റിൻ ഫൈബർ. ഓക്കെ, 10 നാനോമീറ്റർ ടു 400 നാനോമീറ്റർ വരെയുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ ക്രൊമാറ്റിൻ ഫൈബർ എന്ന് തന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇനിഷ്യലി എന്താ സംഭവിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഹിസ്റ്റോൺ പ്രോട്ടീൻ ആയിരിക്കും ഇനിഷ്യലി കണ്ടൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യലി കണ്ടൻസ് ചെയ്തത് ഹിസ്റ്റോൺ പ്രോട്ടീൻ. അതിനുശേഷം ഇത് കോയിലാവാൻ തുടങ്ങില്ലേ, ഹൈലി കോയിലാവാൻ തുടങ്ങുമ്പോൾ ആരായിരിക്കും അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ നോൺ ഹിസ്റ്റൺ ക്രോമസോമൽ പ്രോട്ടീൻസ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം എടുക്കുക, അതായത് ഇവിടെ നോക്കുക, ഇവിടെ ഭയങ്കര ഹൈലി കോയിൽഡാണ് നല്ല കട്ടിയുണ്ട്. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന സ്ട്രക്ചറാണ് എന്ത്? ഹെറ്ററോക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ആയിരിക്കും. കാരണം എന്താണ്? ഭയങ്കര ക്ലോസ്ലി പാക്ഡ് ആണ്, അതുകൊണ്ട് ഡാർക്കാണ്. പിന്നെ ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ് ആണ്. ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കൂ, നമ്മുടെ ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള യൂക്രൊമാറ്റിൻ എടുക്കുന്നു. അതായത് ഇവിടെ ലൂസ്ലി പാക്ഡ് ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെ യൂക്രൊമാറ്റിൻ എന്ന് വിളിക്കുന്നു. ലൈറ്റ് ആണ്, അതായത് ലൈറ്റ് കളർ ആയിരിക്കും. ഇവിടെ ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് ആണ്. ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് mRNA പ്രോട്ടീൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് എന്ന് പറയുന്നത്, കാരണം ലൂസ്ലി പാക്ഡ് ആണ്. എന്നാൽ ഹെറ്ററോക്രൊമാറ്റിൻ ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ് ആണ്. കാരണം എന്താണ്? ഡെൻസ്ലി പാക്ഡ് ആണ്, അല്ലെങ്കിൽ ക്ലോസ്ലി പാക്ഡ് ആണ്. അതിൻ്റെ വിഡ്ത്ത് തന്നെ നോക്കൂ, 400 നാനോമീറ്റർ ആണ്. സോ ഇതാണ് നമ്മൾ പഠിക്കുന്ന പാക്കേജിങ് ഓഫ് DNA എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാക്കേജിങ് ഓഫ് DNA എന്ന ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ന്യൂക്ലിയോസോം എന്ന സ്ട്രക്ചർ പഠിച്ചു. എന്താണ്? DNA, അതായത് 2 നാനോമീറ്റർ ആയിരുന്നു DNAയുടെ ആദ്യത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ആ DNA എന്താ ചെയ്തത്?
ഹിസ്റ്റൺ ഒക്ടോമറിൽ റാപ്പ് ചെയ്തിട്ട് എന്തായി മാറി, ബീഡ് ഓൺ എ സ്ട്രിങ് എന്ന സ്ട്രക്ചറിലേക്ക് വരികയും അതിനുശേഷം അത് കണ്ടൻസ് ആവുകയാണ്. അതായത് കോയിൽ ചെയ്ത് ഒരു ലൂസ്ലി പാക്ഡ് കോയിലിംഗ് നടന്നപ്പോൾ അതിനെ യൂക്രോമാറ്റിൻ എന്ന് വിളിച്ചു. അതിനുശേഷം ഹൈലി കോയിലാകാൻ തുടങ്ങി. ഹൈലി കോയിൽഡ് ആയപ്പോഴത്തേക്ക് അത് ഹെട്രോക്രോമാറ്റിനായി. ഇനി ഈ കോയിലായി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ എൻ എച്ച് പ്രോട്ടീൻസ് ഇല്ലേ, അതായത് നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ് ഇല്ലേ, അവർ കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഹൈലി കോയിലാകുന്നത്. ഓക്കെ, ഇനിഷ്യൽ കോയിലിംഗ് നടക്കുന്നത് ആര് മൂലമാണ്? ഹിസ്റ്റൺ ഒക്ടോമർ മൂലമാണ്. ഓക്കെ, അതിനുശേഷം എന്താ സംഭവിച്ചത്? ക്രോമസോമായിട്ട് മാറി. ക്രോമസോമിൻ്റെ ഓരോ ക്രൊമാറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 700 നാനോമീറ്ററായി മാറി. അങ്ങനെ ഹൈലി കണ്ടൻസ്ഡ് ആകുന്നത് മെറ്റാഫേസ് സ്റ്റേജിലാണ്. അപ്പോൾ ഇത്രയുമാണ് പാക്കേജിംഗ് ഓഫ് DNA, ആൻഡ് താങ്ക് യു ഫോർ ദിസ് സെഷൻ.